ആലുവ മണ്ഡലത്തിൽ ആലപ്പുഴയിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയെ എത്തിച്ച് അട്ടിമറി വിജയം കാത്തിരിക്കുകയാണ് LDF. മുൻ MP AM ആരിഫിനെ ആലുവയിൽ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ മണ്ഡലത്തിൽ നിന്ന് മികച്ച സ്ഥാനാർത്ഥിയെ കണ്ടെത്താനാകാത്ത CPMന്റെ പരിമിതി കൂടിയായിരുന്നു വ്യക്തമായത്. തങ്ങളുടെ കോട്ടയെന്ന് UDF അവകാശപ്പെടുന്ന മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥി കൂടി എത്തുന്നതോടെ മത്സരചിത്രം തെളിയും. ആലുവയിലും എറണാകുളം ജില്ലയിലാകെയും സ്ഥാനാർത്ഥിയെ തെരഞ്ഞ CPMന് ഒടുവിൽ ആലപ്പുഴയിൽ നിന്ന് AM ആരിഫിനെ ഇറക്കേണ്ടി വരുമ്പോഴും അതിനെ പാർട്ടിയുടെ ഗതികേടായി CPM കാണുന്നില്ല. പകരം മികച്ച സ്ഥാനാർത്ഥിയെയാണ് രംഗത്തിറക്കിയതെന്നും ആരിഫാണ് അനുയോജ്യനെന്നുമാണ് പാർട്ടിയുടെ വിശദീകരണം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ നിന്ന് ജയിച്ച് കനലൊരു തരിയായി നിന്നെങ്കിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അണഞ്ഞുപോയിരുന്നു. ആദ്യമായി അരൂരിൽ നിന്ന് രാഷ്ട്രീയത്തിലെ അതികായക KR ഗൗരിയമ്മയെ തോൽപ്പിച്ച് നിയമസഭയിലെത്തിയ ആരിഫ് പിന്നീട് വിജയങ്ങൾ ആവർത്തിക്കുകയായിരുന്നു. UDF മണ്ഡലമെന്ന് അവകാശപ്പെടുന്ന ആലുവയിൽ 2006 മാത്രമായിരുന്നു AM യൂസഫിലൂടെ LDF അട്ടിമറി നടത്തിയത്. പാർട്ടിക്ക് മറ്റാരെയും കണ്ടെത്താനാകാതെ വന്നപ്പോൾ കളത്തിലിറങ്ങേണ്ടി വന്ന AM ആരിഫിന് വിജയക്കൊടി പാറിക്കാൻ ഏറെ വേർക്കേണ്ടി വരും. അരൂർ മണ്ഡലത്തിൽ നിന്ന് ആലുവയിലേക്ക് ആകെ ഒരു 29 കിലോമീറ്ററിന് ദൂരേ ഉള്ളൂ. എല്ലാം അരൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരൂർ ചേർത്തല താലൂക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ആലുവ പ്രദേശക്കാരാണ് കൂടുതലും. ബന്ധുമിത്രാദികൾ അങ്ങനെ വളരെ അടുത്ത ബന്ധമാണ്. അപ്പോൾ ആ ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കുക LDFന് അല്ലാതെ വേറെ മറ്റാരുണ്ട്? AM ആരിഫിൽ വലിയ പ്രതീക്ഷയാണ് ജില്ലാ നേതൃത്വവും വച്ചു പുലർത്തുന്നത്. അല്ല, ആലുവയിൽ ഞങ്ങളിപ്പോൾ ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥിയാണ് നിർത്തിയിട്ടുള്ളത്. ആരിഫിൻ്റെ പേര് കേട്ടപ്പോൾ തന്നെ കോൺഗ്രസ്സുകാർക്ക് വല്ലാത്ത പ്രയാസമായേക്കാണ്. ആലുവയിൽ വല്ലാത്ത പ്രയാസമായേക്കാണ്. ഒരു സംശയം വേണ്ട, ആരിഫ് ആലുവ തിരിച്ചു പിടിച്ചിരിക്കും. ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുകയാണ്. UDFനായി സിറ്റിംഗ് MLA അൻവർ സാദത്ത് തന്നെ കളത്തിലിറങ്ങും. 4ാം വിജയമാണ് അൻവർ സാദത്തിന്റെ ലക്ഷ്യം. BJPയുടെയും ശക്തികേന്ദ്രമായ ആലുവയിൽ 2020 അടക്കമുള്ള കരുത്തരായ ഘടകകക്ഷികളുമായുള്ള സഖ്യത്തിന്റെ കരുത്തിൽ NDAയും പോരിനിറങ്ങുമ്പോൾ മത്സരചിത്രം പ്രവചനാതീതമാണ്. ജനം, കൊച്ചി.